लेकिन बीफ नहीं खाऊंगी. അവൾക്ക് എനിക്ക് തോന്നുന്നു ആ കുട്ടി എങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീഫിന്റെ കൂടെ ഒരു പൊറോട്ട ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അല്ലാട്ടെ ആരാ ഇന്നത്തെ കാലത്ത് ബീഫ് വേണ്ടെന്ന് പറയുക? മാതാവ് ആ മാതാവ് ഈ മാതാവ് എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ആൾക്കാർക്ക് ബീഫ് കേട്ടേ ഉള്ളൂടാ. എന്തും ഒരു 2 പൊറോട്ടയും പിന്നെ ഒരു ബീഫ് ഫ്രൈ, ഉള്ളി ശരിക്കും വിതറിക്കോട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ദി കേരള സ്റ്റോറി, കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്ത ദ കേരള സ്റ്റോറിയെ പറ്റി ചർച്ച ചെയ്യാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അതല്ല, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിൽ എവിടെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ, ഒരു സ്ത്രീയുടെ അണ്ണാക്കിലോട്ട് ബീഫ് തള്ളിക്കയറ്റി തിന്നടി ബീഫ് എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ എവിടെയാണെന്നുള്ളതെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ദിസ് മൂവി ഇസ് കംപ്ലീറ്റ്ലി എ പ്രൊപ്പഗണ്ട മൂവി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ പുറത്തു പോണ സമയത്ത് ഹോട്ടലിൽ കയറി ബീഫ് കഴിക്കുമ്പോൾ അവളുടെ പ്ലേറ്റിലെ ബീഫ് കയറിട്ട് എന്റെ പ്ലേറ്റിൽ വന്ന് കൈയിട്ട് വാരി തിന്നുന്ന ടീമുകളാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവി, അല്ലാതെ അവർ കേരളത്തിൽ നടക്കാത്ത കാര്യത്തെ കേരള സ്റ്റോറി എന്ന് വെക്കില്ലല്ലോ. ഒന്നല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, മഹാരാഷ്ട്ര സ്റ്റോറി അങ്ങനത്തെ, അല്ലെങ്കിൽ രാജസ്ഥാൻ സ്റ്റോറി എന്നുള്ള ലെവലിൽ വെക്കാതെ എന്തുകൊണ്ട് കേരള സ്റ്റോറി തന്നെ വെക്കണം? അവർക്ക് വേണ്ടത് പാൻ ഇന്ത്യ റീച്ച്, അതിനുവേണ്ടി മാത്രമാണ് അങ്ങനത്തെ. നമുക്ക് എന്തായാലും ആ ട്രെയിലറിന്റെ കുറച്ച് വിഷ്വൽസ് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा और पूरे भारत में शरिया लागू होगा. ये ब्याह इलीगल है, ऑक्सोरो केस है ये. 16 साल रही है वो. इन पेपर्स के हिसाब से आपकी छोरी 18 साल की है. सारी जिंदगी बर्बाद कर देगा, बात ने समझते ब्याह. आप नहीं समझे हो पापा, मारो रशीदा सुनी है. मम्मी पापा को बिना बताए हम कर ही कह रहे हैं शादी. अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, और अगर हम पे भरोसा है तो कर लेते हैं. क्या आपको मोहम्मद फैजान से निकाह कबूल है? कबूल है. सुभान अल्लाह, मुबारक हो. और रिश्ते की बुनियादी धोखो हो गए, तू रिश्ते के लाने जिंदगी न लुटा दे हम. माँ फैजान ऐसा नहीं. लेट्स स्टार्ट बाय लिविंग इन. मैं कन्वर्ट नहीं होंगी. हाँ, और वैसे भी मैं इन सब चीजों में बिलीव नहीं करता. बच्चे तो होंगे ना, वो किस रिलीजन को फॉलो करेंगे? मेरा सलीम ऐसा नहीं है. റിട്ടൺ ബൈ അമർനാഥ് ഝാ ആൻഡ് നിപുൽ അമൃത്ലാൽ ഷാ. ഷാറുഖ് ഖാന്റെ അറിയിലാണോ? എനിക്കറിയില്ല. हमारा काम है हिंदू लड़कियों को अपना बनाना. അതായത് ഹിന്ദു ലടുക്കികളെ മുസ്ലിം ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം, അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ലെവലിലാണ് അവർ ഈ സംഭവം വിഷ്വലൈസ് ചെയ്യണം ആദ്യം തന്നെ. എന്നിട്ട് ഒരാൾ അവിടെ വന്ന് എന്നിട്ട് നീ എന്നെ കല്യാണം കഴിച്ചാൽ നീ മതം മാറേണ്ടി വരില്ല, നീ അത് തന്നെ നീ നിന്നാ മതി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം തന്നെയാണോ? ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിലും ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് തലയ്ക്ക് കുറച്ച് വിവരമുണ്ട്. അത് ദർ ഓൺ ഡിസിഷൻ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞേ കേട്ടിട്ട് നീ അങ്ങനെ മാറണമെന്ന് പറഞ്ഞ മാറുന്ന കാലഘട്ടമല്ല ഇത്. ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോട്ട് ഇതിൽ വെക്കണമെന്നോ എന്തിനും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയാക്കി മാറ്റണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തായാലും കാണാം. हमारे यहाँ ये सब नाच गाना ना हराम है. ये तो धोखा है. बढ़ाऊंगा सारी रील. वो लिबरल जर्नलिस्ट कहाँ गया जो रिलीजन में बिलीव ही नहीं करता था? हम कभी नास्तिक नहीं होते, सिर्फ तुम काफिर लोग नास्तिक होते हो. റീലെടുക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് സുഹൃത്തുക്കളെ. ഇന്നൊരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനോട് പറയട്ടെ, നീ ഇന്ന് റീൽ എടുക്കാൻ പാടില്ല എന്ന്, അവിടെ കൊല നടക്കും. അല്ല, അതല്ല, അവിടെ അടി നടക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുക. കാരണം റീലാണ് ഇന്നത്തെ ലൈഫ്. അതിനെ പോലും കൺവേർട്ട് ചെയ്തിട്ട് വേറെ ലെവലിലാക്കിയിട്ട് അവര് നമ്മളോട് പെരുമാറുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. അതായത് ആ കാറ്റഗറി ആൾക്കാർ പെരുമാറുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ സേഫായിരിക്കണം. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇതൊന്നുമല്ല മെയിൻ കാര്യം. തൊള്ളയിൽ സാധനം കയറ്റുന്ന ഒരു പരിപാടി അത് വരട്ടെ. एक पल के लाने भी तुमने हमसे प्यार करो कि नहीं करो? नई जिंदगी मिल रही तुझे, जीना सीख ले.
यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग। हमें आपसे कुछ नहीं चाहिए, बस एक आवाज, एक सपोर्ट। भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी। വീഡിയോയിൽ കാണിച്ച ദൃശ്യങ്ങൾ പോട്ടെ, അവൾക്ക് എനിക്ക് തോന്നുന്നു ആ കുട്ടി എങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീഫിന്റെ കൂടെ ഒരു പൊറോട്ട ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അല്ലാട്ടെ ആരാ ഇന്നത്തെ കാലത്ത് ബീഫ് വേണ്ടെന്ന് പറയുക? അത്രയും പ്രോട്ടീൻ റിച്ച് ആയ ഒരു ഫുഡിനെ എങ്ങനെ ആൾക്കാർ പറയും എനിക്ക് വേണ്ട എന്നുള്ളത്? ഇവിടെ ആരൊക്കെയാണ് വെളുപ്പിക്കാനുള്ളത്? ആരേനൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അടിച്ചമർത്താനുള്ളത്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ സംഗി മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹിന്ദുസമാണ് വലുത്, ഒന്നും അല്ല. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിട്ട് പോവാത്ത കുറച്ച് മുസ്ലിങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതുപോലും കണക്കിലെടുക്കാതെ അവരൊരു ശത്രുവായി കണ്ടിട്ട് ഇതേപോലുള്ള സിനിമകൾക്ക് സെൻസറിങ് കൊടുക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നമുക്കറിയാം വിജയുടെ ഒരു മൂവി ഇപ്പൊ മാസങ്ങളോളമായിട്ട് സെൻസർഷിപ്പ് കിട്ടാതെ അവിടെ കിടക്കുകയാണ്. എന്നിട്ടാണ് ഇതേപോലെ ഒരു പെൺകുട്ടിയെ കുറച്ച് ആൾക്കാർ ചേർന്ന് ബ്രൂട്ടിൽ റേപ്പ് ചെയ്യുന്ന പോലത്തുള്ള സീനിൽ തൊള്ളേക്ക് ഇത് സാധനം ആക്കി കൊടുക്കുകയാണ്, ബീഫ് നീ തിന്നടി എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മൂവിക്ക്, അതായത് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതേപോലത്തെ കേരള സ്റ്റോറി എന്നുള്ള പറഞ്ഞ മൂവിക്ക് സെൻസർഷിപ്പ് കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ആശാനും അടുപ്പിലും തൂറാം എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ അല്ലേ നമ്മുടെ ഇവിടെയൊക്കെ. अम्मी अबे 3 लड़कियां और लानी है। अब की बार ऊंची जात की लड़की लाए और बामन की लड़की के 12 लाख मिलते हैं। जो लड़की इसको जो खर्च करवा है उसका तुम्हें हाथ नहीं का वसूली कर वो। ലാസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ബിഫോർ യുവർ ഡോട്ടർ ബിക്കം ദ നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ള ഒരു ക്യാപ്ഷനും കൊണ്ടാണ് അവർ ആ ട്രെയിലർ നിർത്തുന്നത്. നിങ്ങളുടെ ഒരു കുട്ടിയായിരിക്കാം അവരുടെ അടുത്ത ടാർഗറ്റ് എന്നുള്ളത്. അവരൊരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തീവ്രവാദികൾ അല്ലെങ്കിൽ കൊള്ളരുതാത്തവരായി കാണിക്കുക. അതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിച്ചാൽ മതി. മതം എന്നുള്ളതൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പണ്ടത്തെ ആൾക്കാർ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അത് മനുഷ്യൻ കണ്ടുപിടിച്ചത്. അതിന്റെ പിറകെ 2026 പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരുടെയൊക്കെ ജനറേഷൻ തീരുന്ന വരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ ജാതി വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടോ? അവനവന്റെ കാര്യം നോക്കി ജീവിക്കാനല്ലേ ഉള്ളൂ. ഇതിനൊന്നും പ്രതികരിച്ചില്ലെങ്കിലേ ഉള്ളൂ. പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കണം. എനിക്ക് പറയാനുള്ളത്, ഈ മൂവി ഇറങ്ങുന്ന സമയത്ത് ഞാൻ സ്പെഷ്യൽ പാർട്ടീസിനെ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിനെ പ്രതികരിക്കണം, ഇതിനെതിരെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബീഫ് ഫെസ്റ്റ് സിനിമ തിയേറ്ററിന്റെ മുമ്പിൽ സംഘടിപ്പിക്കുക. ഞാൻ വരാം, ഞാൻ ഉണ്ടാവും അവിടെ. നിങ്ങൾക്ക് ഇതില് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, എങ്ങനെയൊക്കെ ഗോമാതാവ് ആ മാതാവ് ഈ മാതാവ് എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ആൾക്കാർക്ക് ബീഫ് കേട്ടേ ഉള്ളൂടാ. എന്തും ഒരു 2 പൊറോട്ടയും പിന്നെ ഒരു ബീഫ് ഫ്രൈ, ഉള്ളി ശരിക്കും വിതറിക്കോട്ടാ. ബീഫ് ആയില്ല സുപ്ര, നേരം വെളുത്തല്ലേ ഉള്ളൂ. ഓ മണി 8 ആയല്ല, ഇതുവരെ ആയില്ലേ? ഇന്നലത്തെ വല്ല ബാക്കി ഉണ്ടെങ്കിൽ ചൂടാക്കി തന്നാലും മതി. അല്ല അതൊന്നുമില്ല. രാവിലെ ഓടാൻ പോയി കഴിഞ്ഞാൽ രാജാടന്റെ കടയിൽ വന്നിട്ട് ചേട്ടാ ദോശയും ബീഫ് കറിയും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ പേഴ്സണലായിട്ട് എനിക്കറിയാം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക. പിന്നെ ഇതൊക്കെ ഫുഡ് ചെയിൻ പഠിച്ച ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതിനെങ്ങനെയാ വിവരം വേണ്ടേ? ആ സാധനം ഇല്ലല്ലോ. ഈ വക സാധനങ്ങളൊക്കെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ എടുക്കാൻ പറ്റും, പക്ഷെ ഇവിടെ അത് പോവില്ല. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്ന സ്നേഹത്തോടെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെ തമ്മിലടുപ്പിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്തായാലും. നമുക്ക് ഇപ്പോൾ എടുത്തന്നെ കാണാൻ പറ്റിയ ഒരു കാര്യമാണ്, ഒരു തെയ്യം ഒരു അമ്പലത്തിൽ അവരുടെ ഇതൊക്കെ നടക്കുന്ന സ്ഥലത്ത് നേരെ ഓടിച്ചെന്ന് ഒരു മുസ്ലിം പള്ളിയിൽ കയറി ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. എത്ര നല്ല കാര്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞു, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക. സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കാണുമ്പോ
മനസ്സ് പടയുന്നുണ്ടല്ലേ പൈതങ്ങള്? 5 നേരം നിസ്കരിക്കുന്നവളല്ലേ നീ? തമ്പുരാനെ എന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവളല്ലേ നീ? വിഷമിക്കണ്ട. അതുപോലെ മതവും രാഷ്ട്രീയവും ചേർന്നാല് ഭ്രാന്താണ്. നെല്ലിക്കാത്തലം തലക്ക് വെച്ചാലും മാറാത്ത നട്ടഭ്രാന്ത്. വിഷമിക്കണ്ട പൈതങ്ങളെ, മുത്തപ്പൻ കൂടെയുണ്ട് കേട്ടുവാ. ഇതൊക്കെയാണ് റിയൽ ദ കേരള സ്റ്റോറി. അല്ലാതെ നീയൊക്കെ പണത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലത്തുള്ള ഹെഡ്ലൈൻസും കൊടുത്തിറക്കുന്ന മൂവീസ് അല്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത് കേൾക്കണം. ഇത് കോൺട്രവേഴ്സി ആവണമെങ്കിൽ ദ കേരള സ്റ്റോറി എന്നുള്ള ഹെഡ്ലൈൻ കൊടുക്കണം. അല്ലാതെ വേറെ എന്ത് കൊടുത്താലാണ് ഇതിന് ഇത്ര റീച്ച് കിട്ടുക? നോർത്തിലുള്ള കുറച്ച് വിവരവും പഠിപ്പും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവന്മാര് വന്നിരുന്നത് കാണും, എന്നിട്ട് നമ്മുടെ നാട്ടിനെ കുറ്റം പറയും. എല്ലാവരും ഉദ്ദേശിക്കുന്ന അവിടെയും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കറക്റ്റ് പ്രൊപ്പഗണ്ട അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ മതം, അവര് ഹിന്ദുസം, ക്രിസ്ത്യാനിസം, അതായത് മുസ്ലിം, അവര് തമ്മിൽ പ്രശ്നമാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രം മാത്രമേ ഇവിടെ പാടുള്ളൂ, വേറെ ഒന്നും ഇവിടെ പാടില്ല. നിങ്ങൾക്ക് അതിന് ആര് അധികാരം തന്നു? അതൊന്നും കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ മതി. പിന്നെ എന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ കുറെ എണ്ണം കൊണക്കാൻ വരും. നിങ്ങളെ കൊണച്ചോ. പിന്നെ മോദി സർക്കാർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ജനൌഷധി പോലത്തെ ഉള്ള മെഡിക്കൽ ഷോപ്പുകൾ ആൾക്കാർക്ക് അത് നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യനുണ്ടെങ്കിലല്ല ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ തമ്മിൽ അടുപ്പിക്കുന്ന ഇതേപോലത്തെ ഉള്ള മൂവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒഴിവാക്കാൻ നോക്കുക. ഇവിടെ ഹിന്ദു മതം, ക്രിസ്ത്യ മതം അല്ലെങ്കിൽ മുസ്ലിം മതം എന്നില്ലടാ, എല്ലാവരും ഒരു കെട്ട. അതിനെ ഇതേപോലുള്ള ഓരോ മൂവീസും ഓരോ ആൾക്കാരുടെ അജണ്ടയും കൊണ്ടിട്ട് തമ്മിലടുപ്പിച്ച് പിരിക്കാനേ മതി. ആകെ വേണ്ടത് സമാധാനമുള്ളൂ. ആ സമാധാനം കിട്ടുക. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, കുറച്ച് വിഭാഗം ആൾക്കാര്. ഇവിടെ ഹിന്ദു മാത്രം മതി, ഹിന്ദു രാഷ്ട്രമാക്കിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങളുടെ ഉദ്ദേശമൊന്നും ഇവിടെ എന്തായാലും നടക്കാൻ പോവില്ല. അതൊരിക്കലും നടക്കൂല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് നോർത്തല്ല, ഇത് കേരളമാണ്. എന്റെ അഭിപ്രായം നിങ്ങൾ നോക്കണ്ട. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എത്ര ആൾക്കാർ ഇതിൽ നെഗറ്റീവ് പറഞ്ഞു വരുന്നത് നമുക്കൊന്ന് കാണാമല്ലോ.